ശ്രീ എം ജി രമേശ്, ഇനിയെങ്കിലും ഇത്തരം കള്ളപ്രചാരണം അവസാനിക്കുമോ? ശ്രീ വി ഡി സതീശൻ പറഞ്ഞതുപോലെ ഇത് വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇന്ന് ഈ വാർത്ത വന്ന ശേഷം നാം ഇതൊക്കെ അറിയാമെന്ന് കരുതുന്ന ഒരുപാട് ആളുകൾ പോലും ഇതിങ്ങനെയാണോ എന്ന സംശയം വീണ്ടും ചോദിക്കുകയുണ്ടായി. അതുകൊണ്ട് സർക്കാരിൻ്റെ ഈ ഉത്തരത്തിലൂടെ, ഈ കണക്കുകളിലൂടെ സത്യം ബോധ്യപ്പെടുകയാണോ? അല്ല, സത്യം ഇനിയും കൂടുതലായിട്ട് ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട്. ഇന്നിപ്പോൾ നിയമസഭയിൽ ബഹുമാനപ്പെട്ട ദേവസ്വം വകുപ്പ് മന്ത്രി പറഞ്ഞ കാര്യങ്ങൾ പാതി ശരിയാണ്. കാരണം സർക്കാരിന് നേരിട്ട് ഒരിക്കലും തന്നെ ദേവസ്വം ബോർഡിൻ്റെ പണം എടുക്കാൻ വേണ്ടി കഴിയില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. ആ കാര്യത്തിൽ തർക്കമില്ല. എനിക്കറിയില്ല കേരളത്തിലെ ഏതെങ്കിലും ഒരു ഹിന്ദു സംഘടനകൾ അല്ലെങ്കിൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട സംഘടനകൾ അത്തരത്തിലൊരു പരാതി ഉന്നയിച്ചതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഏതായാലും ദേവസ്വം വകുപ്പ് മന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും കേരളത്തിലെ ഹിന്ദു സംഘടനകൾ നൽകിയിട്ടുള്ളൊരു നിവേദനമുണ്ട്. ആ നിവേദനം ഞാൻ പരിശോധിച്ചു. ആ നിവേദനത്തിലെവിടെയും സർക്കാർ നേരിട്ട് ദേവസ്വം ബോർഡിൻ്റെ പണം എടുക്കുന്നതായിട്ടുള്ള പരാതി അവർ എവിടെയും രേഖപ്പെടുത്തി